ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള ഏർപ്പാടിലാട്ടോ. അപ്പോൾ നമ്മളുടെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്രിസ്മസ് ട്രീ ഒരുക്കാൻ പോവാവേ. അപ്പോൾ ഇതാണ്ട് ഇതിനകത്താണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പത്രം എല്ലാം കൂടെ വേസ്റ്റ് എല്ലാം കൂടെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് തുറക്കുവാണ്. ഇത് പണ്ട് തൊട്ട് നമ്മൾ ഇതിനകത്താണ് ടൂറിസ്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള സാധനങ്ങൾ. ഇതിനകത്താണ് നമ്മുടെ ഉണ്ണീഷോ എല്ലാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ അടുത്തോട്ട് പോകാവേ. അപ്പോൾ ഗൈസ്, അവനിത് ചുവന്നുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ എന്ന് വെച്ചാൽ ഇതാട്ടോ ഗൈസ്, നമ്മുടെ ക്രിസ്മസ് ട്രീ. നമ്മുടെ റംബൂട്ടാൻമരമാണ് നമ്മളിതാ ഒരുക്കാൻ പോകുന്നത്. നോക്കൂ. അപ്പോൾ ഇതിലൊക്കെ ഇട്ടാൽ പോരെ, എന്തിനാണ് വെറുതെ ക്രിസ്മസ് ട്രീ ഒക്കെ പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം 2-3 സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇത് ഞാനൊന്ന് ഉണ്ടാക്കിയതാണ്. ഇതിൽ കളറടിച്ച, പക്ഷെ കളറെല്ലാം മാഞ്ഞു പോയി. അന്ന് മഴ പെയ്തതുകൊണ്ടാ. അപ്പോൾ നമുക്കിത് തുറക്കാം. എടാ തുറക്കടാ. അപ്പോൾ നമ്മൾ കണ്ടു ഗൈസ് നമ്മുടെ ട്രീയിൽ തൂക്കാനുള്ള മാല. അപ്പോൾ ഗൈസ് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കുടഞ്ഞിടുക കേട്ടോ. എല്ലാം ഉണ്ട്. ഇത് ഇത്തിരി വലിയൊരു കേട്ടോ. കണ്ടോ അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഒരു ഉണ്ട അത് ഞങ്ങൾ സ്കൂൾ ബസ്സിൽ നിന്ന് പറിച്ചെടുത്താട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇന്ന് നമ്മൾ ഒരുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, അവന് ഒരു ഉണ്ട തപ്പി പോയതാണ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ പകുതി പാർട്ട് എല്ലാം പറഞ്ഞു പോയി കേട്ടോ. പക്ഷേ ഇത് നല്ല രസമാണ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ക്രിസ്മസൊക്കെ വരുമ്പോഴേ നമ്മളിതൊക്കെ എടുക്കാറുള്ളൂ. ഇനി നമുക്ക് സ്റ്റൂൾ എടുത്തുകൊണ്ട് വരാം. കാരണം ഇതെല്ലാം നമ്മൾ ശരിയാക്കി എടുക്കണമല്ലോ അല്ലേ. മഴ പെയ്യുവാണെങ്കിൽ എല്ലാം പോവുകയും ചെയ്യും. പക്ഷെ എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന്. അപ്പോൾ ഗൈസ്, ഈ 2 ഉണ്ട മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് തൂക്കിയിടുന്ന അവനാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 2 എണ്ണം ഇങ്ങോട്ട് തൂക്കാൻ പോവാണ്. ഇവിടെ പുറത്ത് തൂക്കണമെങ്കിൽ കാണത്തുള്ളൂ. ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ തൂക്കും. നമുക്ക് ഈ സ്റ്റൂൾ എടുത്തോണ്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ അടുക്കളയിലെത്തി സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് ഇതാ പോവുകയാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എരുമ എവിടെ ഇരുന്ന് മീൻ വെട്ടുക കേട്ടോ. എരുമ അങ്ങനെ നമ്മൾ സ്റ്റൂളൊക്കെ എടുത്തു. അവന് പൊക്കമില്ലല്ലോ, ഇത് ഇത്രയേ ഉള്ളൂ, ചെറിയ കുഞ്ഞു വാവ. അപ്പോൾ നമ്മളിതിങ്ങനെ മണ്ടേ തൂക്കിയിടുവാണെങ്കിൽ ഇലുമിനേഷനും കൂടി ഇടണം. അത് ഇന്നൊന്നും ഇടത്തില്ല. അപ്പോൾ അത് നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ കയറി തൂക്കുവാണ്. തൂക്ക് ഇതാ. ഓക്കെ, നമ്മൾ ഇതാ തൂക്കുന്നു. ഇത് ഞാൻ തൂക്കാടാ. അതുകൊണ്ട് ആ ഇല പറിച്ച് കളഞ്ഞവൻ ഗൈസ്. ആ ഇല അവൻ പറിച്ച് കളഞ്ഞ്. അമ്മ വല്ല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം സഭാഷായനായിരുന്നു. അങ്ങനെ ഞാൻ തൂക്കി. അവന് നീ തൂക്കിയത് എന്തി? പള്ളക്കാട്ടിൽ കൊണ്ടുപോയി തൂക്കി വെച്ചാൽ വല്ലവരും കാണുമോടാ. ഇതിവിടെ വന്ന് നോക്കണം. ഇവിടെ അല്ല ഉണ്ട കിടക്കുന്നേന്ന് പറഞ്ഞ്. ഇവിടെ തൂക്കാൻ പറ്റുമോ? അവിടെ ഇങ്ങനെ തൂക്കിയിടുവാണെങ്കിൽ നല്ല രസമായിരിക്കല്ലേ ഗൈസ്. ഇവിടെ അപ്പോൾ ഇതാ ഞാൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ ഗൈസ് ഇത്. പക്ഷെ അതിൻ്റെ കളറും പകുതി പോയിട്ടുണ്ട്. ഭയങ്കര വിഷമം തോന്നുന്നു. ഭയങ്കര കഷ്ടപ്പെട്ടിരുന്ന ഈ സ്റ്റാർ ഞാൻ ഉണ്ടാക്കിയത്. അത് പോയപ്പോഴാണ് എനിക്ക് ഏറ്റവും കഷ്ടം. പക്ഷെ വിഷമം. കഴിഞ്ഞ പ്രാവശ്യം എന്നതായിരുന്നു എന്നറിയാവോ? ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടി ചേർന്ന് ഭയങ്കര രസമായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. നല്ലല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ തൂക്കിയിടുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് തൂക്കിയിടാൻ പോവാണ്. ഉണക്കി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് നമ്മുടെ ഈ മരത്തിൻ്റെ മണ്ടയിലോട്ട് തൂക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റൂളിൽ കയറാൻ ചെറിയ പേടി. നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മണ്ടയിലോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തൂക്കിയിടാം. നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ തൂക്കി, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ട് നമുക്ക് ഇത് ഞങ്ങളുടെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നൊരു
എന്താ ഒരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് മതി, നല്ല അപ്പോൾ ഗൈസ് ഇങ്ങനെയാട്ടോ നമ്മൾ തൂക്കിയിട്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു രീതിയിൽ. ഇത് കുഴപ്പമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. അതൊക്കെ മതി. എന്നെ ക്രിസ്മസ്. ഇനി പുൽക്കൂട് വെക്കുമ്പോഴാണ്, പുൽക്കൂട് വെക്കുന്ന വീഡിയോ ഞാൻ അടുത്ത പാർട്ടിലിടാവേ. ഇത് പാർട്ട് 1 ആണെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചു. പക്ഷെ ഞണ്ടിൻ്റെ പാർട്ട് പോലെ ഞാനിത് പറ്റിക്കത്തില്ല കേട്ടോ. ഇട്ടേക്കാം, ഉറപ്പ്. ഇപ്പോൾ ഗൈസ് ഇവനൊരുമാതിരി ഈ വല വീശി എറിയുന്ന പോലെ ഇട്ടിരിക്കുക. അത് കുഴപ്പമില്ല. ഇത് പാമ്പ് ഇതിൻ്റെ മണ്ടയിൽ കയറിയിരിപ്പുണ്ട്. ഇതിത്തിരി ഞാൻ കിടക്കട്ടെ അല്ലേ. ഇപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അനിയൻ തൂക്കിയതാണ്. എന്നെ കാണിക്കാനൊക്കെയാണ് പറയുന്നത്. അടുത്തതായി നമ്മൾ ഈ സാധനം തൂക്കാൻ പോകട്ടോ ഗൈസ്. ഈ സാധനം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തതായിട്ട് ഈ സാധനം തൂക്കിയിട്ടേക്കാം. നമ്മളത് ഇങ്ങോട്ട് തൂക്കാം. അപ്പോൾ ഇവിടെ വേണ്ട, ഇപ്പോൾ ഇവിടെ ആരും കാണത്തൊന്നുമില്ല, അതുകൊണ്ട് ചേർത്തുമില്ല. ഇതിനൊരു ഹുക്കുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ഇത്തിരി ക്യാമറ കിട്ടാത്ത പക്ഷേ അത് ഇത്തിരി അത് കഴിഞ്ഞ ദിവസം നശിപ്പിച്ച് എടുത്തു. അങ്ങനെ ഇത് നല്ല രസം കിട്ടും. എല്ലാവരും ഇങ്ങനെ ഒന്ന് കളിക്കും, എന്നിട്ട് ഇതെല്ലാം അവസാനം നശിപ്പിച്ചും കൊടുക്കും. നല്ല രസമില്ലേ ഗൈസ് കാണാൻ? ഇത് നമ്മളുടെ കടയിൽ ഒരു സെറ്റ് ഒരു 25 രൂപയ്ക്ക് എങ്ങാണ്ട് കിട്ടും. അങ്ങനെ ഞങ്ങളിത് കുറേ മേടിച്ചിട്ടുണ്ട്, പക്ഷെ പകുതി നശിപ്പിച്ച് കാണും. ഇനി നമുക്ക് ബാക്കിയൊക്കെ തൂക്കണം. എടുക്കെടുക്ക്. ഇനിയും അടുത്തത് നമ്മൾ ഇത് തന്നെ തൂക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമ്മൾ 25 രൂപയ്ക്ക് നമ്മുടെ കടയിലൊക്കെ കിട്ടും. നിങ്ങളെല്ലാവരും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമാണ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാൻ. നല്ലതല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് അവിടെ ഞാൻ തൂങ്ങത്തില്ലടാ, ഇങ്ങോട്ടും എല്ലാം തൂക്ക്. ഇവിടെ തൂക്ക് ഇങ്ങനെ. അപ്പോൾ ഗൈസ് അവനത് തൂക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തൂക്കാം. കണ്ടോ ഗൈസ്, ഇത് ഇത്തിരി വലുതാണ്. ഇത് കണ്ടോ നോക്ക് ഗൈസ്, ഇത്ര വലിയ സാധനം. ഇതിൻ്റെ പൈസ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇത് ഈ മരത്തേലോട്ട് ഇങ്ങനെ തൂക്കിയിടാം. ഗൈസ് ഇതൊക്കെ ഈ സൈഡിലൂടെ തൂക്കിയിട്ടാലേ എല്ലാവരും ഒക്കെ കാണത്തുള്ളൂ. അതുകൊണ്ടാട്ടോ ഇതിലൂടെയൊക്കെ തൂക്കുന്നത്. കാരണം വഴിയിലൂടെ പോകുന്നവർ കാണണമെങ്കിൽ അപ്പുറത്ത് തന്നെ തൂക്കണം. പക്ഷെ അപ്പുറത്തെ അവസ്ഥ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഇത് ഇരിക്കുന്നത് ഞാൻ അപ്പോഴാ പറഞ്ഞ ഞാനിടാം, വേറെ പറ്റില്ല. അതങ്ങനെ നടക്കട്ടെ. ഗൈസ് നമുക്ക് സ്റ്റൂള് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം. അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അപ്പത്തിടാൻ പറ്റാത്തൊരു കാരണം എന്ന് പറയുന്നത്, ഇപ്പുറത്തോട്ടെങ്ങാനും പോയാൽ ഇങ്ങോട്ട് വീണാൽ നമ്മുടെ കഥ പോക്ക ഗൈസ്. ഇങ്ങനെ ഡിഷ് 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 ചത്തു. മണ്ടയിലോട്ട് പോകുമ്പോൾ തന്നെ താഴോട്ട് പോകുമ്പോൾ മണ്ടയിലോട്ട് പൊക്കോളും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടൊക്കെ ഇടാത്തത്. പക്ഷേ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന കണ്ടോ ഗൈസ്, ഇത്രയും നമ്മളിട്ടു. ആ മണ്ടയിലോട്ടൊക്കെ പൊങ്ങത്തില്ല. ഇടടാ. അപ്പോൾ നമ്മൾ ഇത് അടുത്തത് പോവാണ്. ഇവനിട്ടിട്ട് ശരിയാവുന്നില്ലല്ലോ. ഇതെല്ലാം നടക്കുമോ ഗൈസ്? ഇതെന്നതാണ് സാധനം? അങ്ങനെ
ഈ താഴെ ഇടാൻ വേണ്ടിയാണ് ഈ സ്റ്റൂളിൽ കയറി നിൽക്കുന്നത്. നോക്ക്, ഈ സ്റ്റൂളിൽ കയറി നിൽക്കുന്ന ഇവിടെ ഇടാൻ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് നല്ല സ്പീഡി ഇട്ട് തീർക്കാവേ. അപ്പോൾ ഗായ്സ്, നമ്മുടെ മരം മുഴുവൻ നമ്മൾ ഈ സാധനങ്ങളെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോരുത്തർ ചെയ്തപ്പോൾ എന്തോ ബോറ് പോലെ തോന്നി ഗൈസ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നെല്ലാം ശരിയാക്കിയെടുത്തു. ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പള്ളിപ്പെരുന്നാളായിരുന്നു ഇന്ന്. നാളെയുണ്ട് ഗാനമേളയുണ്ട് 8:30. അപ്പോൾ സാധിക്കുന്നവരൊക്കെ നമ്മുടെ കുഴുവനാൽ പള്ളിയിൽ വരണം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാം ഒരുക്കി. ഇനി നമ്മൾക്ക് ഇലുമിനേഷൻ ഇടണം, പുതുക്കോട് വെക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2ഉം പാർട്ട് 3യും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു, ടാറ്റാ.